meninges. Okay, is a three-layered membrane. Meninges is a three-layered membrane. മൂന്ന് പാളികളുള്ള ഒരു ആണത് മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മൂന്ന് പാളികളാണുള്ളത്. ഓക്കെ, ആ പാളികളുടെ പേരും ശ്രദ്ധിക്കണം നിങ്ങൾ. ഔട്ടർ ഡ്യൂറാ മാറ്റർ, മിഡിൽ അരക്നോയിഡ് മാറ്റർ, ഇന്നർ പയാ മാറ്റർ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അരക്കിനോയിഡ് മിഡിൽ ലെയർ ആയിട്ടാണ് വരുന്നത്, ശ്രദ്ധിക്കണം. അപ്പം മധ്യപാളി ഏത് എന്നാണ്. ഓക്കെ, മധ്യപാളി ഏത് എന്നാണ് ചോദ്യം. എവിടെ? മെനിഞ്ചസിൽ മിഡിൽ ലെയർ ഏതാണെന്ന ചോദ്യം. നിങ്ങൾ അരക്കിനോയിഡാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഔട്ടർ ലെയർ ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? ഡ്യൂറാ മാറ്റർ ആണ് പറയേണ്ടത്. ഇന്നർ ലെയർ ചോദിച്ചിട്ടുണ്ടെങ്കിലാണ് പയാ മാറ്റർ പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം ഔട്ടർ ഡ്യൂറാ മാറ്റർ, മിഡിൽ അരക്കിനോയിഡ് മാറ്റർ, ഇന്നർ പയാ മാറ്റർ. ഓക്കെ, അതൊക്കെ നമ്മുടെ മെനിഞ്ചസിൻ്റെ ലെയേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ആ ലെയേഴ്സിൽ ഇടയിലായിട്ട് ഞാൻ പറഞ്ഞു ഡ്യൂറാ മാറ്റർ, അരക്നോയിഡ് മാറ്റർ, പയാ മാറ്റർ. അതിൻ്റെ ഇടയിലായിട്ട് കാണുന്ന ദ്രവമാണ് ഏത്? CSF, സെറിബ്രോസ്പൈനൽ ദ്രവം, CSF. ഓക്കെ, അപ്പോൾ തലയോട്ടിക്കുള്ളിൽ മർദ്ദം, തലയോടിനുള്ളിൽ മർദ്ദം സ്ഥിരമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന CSF ആണ്. ഇനി മെനിഞ്ചസിൻ്റെ പാളികൾ, ലെയേഴ്സ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഡ്യൂറാ മാറ്റർ, അരക്നോയിഡ് മാറ്റർ, പയാ മാറ്റർ എന്നൊക്കെ പറഞ്ഞല്ലേ. അതിൻ്റെ ഇടയിലായിട്ട് കാണുന്ന ദ്രവം ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയണം? ഓക്കെ, CSF പറയണേ. ഓക്കെ, ഇനി അതേപോലെ ഈ മെനിഞ്ചസിനെ ബാധിക്കുന്ന അണുബാധ ചോദിക്കാറുണ്ട്. അതിന് നമ്മൾ എന്താ പറയാ? മെനിഞ്ചൈറ്റിസ് എന്നാണ് പറയാം കേട്ടോ. മെനിഞ്ചൈറ്റിസ്, മെനിഞ്ചസിനെ ബാധിക്കുന്ന അണുബാധയാണ് എന്ത്? മെനിഞ്ചൈറ്റിസ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷൻ മൂലം ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ അണുബാധയാണെന്ന് മനസ്സിലാക്കുക. അത് മെനിഞ്ചസിനെയാണ് ബാധിക്കുന്നത്, നാഡീവ്യവസ്ഥയെ, നെർവ് സിസ്റ്റത്തെ അല്ലെങ്കിൽ ബ്രെയിനിനെ ആണ് ബാധിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗമായിട്ടാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് പറയാറ്. അപ്പോൾ മെനിഞ്ചസിനെ ബാധിക്കുന്ന അണുബാധ അല്ലെങ്കിൽ ആ മെനിഞ്ചസിൻ്റെ ഇടയിലായിട്ട് കാണുന്ന ദ്രവത്തെ ബാധിക്കുന്ന അണുബാധ എന്നൊക്കെ പറയാം. ആ ദ്രവം ഏതാ? CSF. അപ്പോൾ CSFനെ ബാധിക്കുന്ന അണുബാധ, മെനിഞ്ചസിനെ ബാധിക്കുന്ന അണുബാധ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏത്? മെനിഞ്ചൈറ്റിസ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം മെനിഞ്ചൈറ്റിസ്. ഓക്കെ, CSFനെ ബാധിക്കുന്ന അണുബാധ, സെറിബ്രോസ്പൈനൽ ദ്രവത്തെ ബാധിക്കുന്ന അണുബാധയാണ് ഏത്? മെനിഞ്ചൈറ്റിസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെയാണ്? സ്കാപ്പ് പറഞ്ഞു, ക്രാനിയം അല്ലെങ്കിൽ സ്കള്ള് പറഞ്ഞു. ഓക്കെ, പിന്നെ മെനിഞ്ചസിൻ്റെ ആ 3 ലെയേഴ്സിൻ്റെ പേര് പറഞ്ഞു, അതിനിടയിൽ കാണുന്ന ഫ്ലൂയിഡിൻ്റെ പേര് പറഞ്ഞു. ഇനി ആ ഫ്ലൂയിഡ് ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതൊക്കെയാണ് മസ്തിഷ്കത്തെ കുറിച്ചിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ബേസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക ന്യൂറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് നെർവ്, ന്യൂറോൺ. ഓക്കെ, അതൊക്കെ ആ പഠനങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റഡി ഓഫ് ന്യൂറോൺ ആൻഡ് ന്യൂറോളജി, സ്റ്റഡി ഓഫ് ബ്രെയിൻ, എൻസെഫലോളജി ഓർ ഫ്രീനോളജി. ഓക്കെ, എൻസെഫലോളജി ഓർ ഫ്രീനോളജി. ഓക്കെ, പിന്നെ അതേപോലെ സ്റ്റഡി ഓഫ് മൈൻഡ്, സൈക്കോളജി. അതൊക്കെ ശ്രദ്ധിക്കുക. മനഃശാസ്ത്രം. ഓക്കെ, ഇനി തലച്ചോറ്. ഓക്കെ, മസ്തിഷ്കം. അതിനെയാണ് നമ്മൾ സ്റ്റഡി ഓഫ് മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം, മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം എന്നൊക്കെയാണ് എൻസെഫലോളജിയാണ് പറയേണ്ടത് കേട്ടോ. ഫ്രീനോളജി. ഇനി മനസ്സിനെ കുറിച്ചുള്ള പഠനം, മനഃശാസ്ത്രം, സൈക്കോളജിയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നാഡികളെ കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി. ന്യൂറോൺ, സ്റ്റഡി ഓഫ് ന്യൂറോൺ, സ്റ്റഡി ഓഫ് നെർവ് സെൽ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ന്യൂറോളജി പറയാം. ഇനി നെർവ് സിസ്റ്റത്തെ കുറിച്ചുള്ള പഠനവും ന്യൂറോളജി പറയാം. അപ്പോൾ നമ്മളിപ്പോൾ തലച്ചോറിനൊക്കെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമ്മൾ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നത്, അല്ലേ? ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് എന്താണ് എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അദ്ദേഹമാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. ന്യൂറോളജി, എൻസെഫലോളജി, ഫ്രീനോളജി ഇതൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾ നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ പഠനങ്ങളാണ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഓരോ ഭാഗത്തെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതിലാദ്യം ഞാൻ ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്ന, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം, അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഡിവിഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കണേ. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. പലതരത്തിൽ നമ്മൾ സ്ട്രക്ചർ, അതിന് ബ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ പലതരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിനിൽ കോർപ്പോറ, ക്വാഡ്രിജെമിന. ഹൈൻഡ് ബ്രെയിനിൽ പോൺസ്, മെഡുല്ല ഒബ്ലാങ്കറ്റ, ബ്രെയിൻ സ്റ്റം. ഓക്കെ, പോൺസ്, മെഡുല്ല ഒബ്ലാങ്കറ്റ, ബ്രെയിൻ സ്റ്റം. എവിടെ?
ആ ഹൈൻഡ് ബ്രെയിനിൽ അല്ലേ, പോൺസ് മിഡില ഒബ്ലാങ്കറ്റ ബ്രെയിൻ സ്റ്റം അല്ല പറഞ്ഞതല്ലേ, പോൺസ് മിഡില ഒബ്ലാങ്കറ്റ ആ സെറിബെല്ലം അങ്ങനെയായിരുന്നു പറയാം. ബ്രെയിൻ സ്റ്റം പിന്നെ അടുത്ത ഡിവിഷനിലാണല്ലോ പറഞ്ഞത് അല്ലേ. ഓക്കെ, മാറിപ്പോരുതേ, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഫോർ ബ്രെയിനിൽ ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രം. ആ ഓർഡറിൽ പറയുകയാണെങ്കിൽ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിനിൽ കോർപ്പോറ ക്വാഡ്രിജെമിന, ഹൈൻഡ് ബ്രെയിനിൽ മിഡില ഒബ്ലാങ്കറ്റ, സെറിബെല്ലം, പിന്നെയോ പോൺസ് മിഡില ഒബ്ലാങ്കറ്റ, സെറിബെല്ലം. ഇനി രണ്ടാമത്തെ ഡിവിഷനിലാണ് ഞാൻ പറഞ്ഞത് എന്ത്, സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റമ്മിൽ വരുന്നത് പോൺസ് മിഡില ഒബ്ലാങ്കറ്റ, ഏത് വരും, ഒരു ഭാഗം കൂടി വരുന്നുണ്ടല്ലോ അവിടെ ബ്രെയിൻ സ്റ്റമ്മിൽ, മിഡില ഒബ്ലാങ്കറ്റ, പോൺസ്, മിഡ് ബ്രെയിൻ ആ ഓർഡറിൽ പറയുകയാണെങ്കിൽ മിഡ് ബ്രെയിൻ, പോൺസ്, മിഡില ഒബ്ലാങ്കറ്റ അതൊക്കെ വരുന്നതാണ് ബ്രെയിൻ സ്റ്റം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക, ആ ഡിവിഷനൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് ആദ്യം ഞാൻ പറയുന്നത് ബ്രെയിൻ സ്റ്റമ്മിൽ വരുന്ന ഭാഗങ്ങളെ കുറിച്ചിട്ടാണ്. അതിലാദ്യം വരുന്നത് പോൺസ് മിഡില ഒബ്ലാങ്കറ്റ. ഓക്കെ, പോൺസ് മിഡില ഒബ്ലാങ്കറ്റ പ്രത്യേകം ശ്രദ്ധിക്കണേ. പോൺസ് മിഡില ഒബ്ലാങ്കറ്റ, മിഡ് ബ്രെയിൻ. ഓക്കെ, അതിലാദ്യം പോൺസ് ആണ് പറയുന്നത്. പോൺസ്, PONS കേട്ടോ, പോൺസ് കേട്ടോ, ശ്രദ്ധിക്കണം സ്പെല്ലിംഗ് കേട്ടോ, പോൺസ്. ഓക്കെ, അപ്പോൾ ഈ ശരിക്കും പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാറ്റിൻ ഭാഷയിൽ പോൺസിൻ്റെ മീനിങ് എന്താ പറയുക നിങ്ങൾക്ക്, ബ്രിഡ്ജ് എന്നാണ്, പാലം എന്നാണ് മീനിങ് വരിക. പോൺസിൻ്റെ മീനിങ് എന്താണ്, പാലം, ബ്രിഡ്ജ് എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാൽ, ഇപ്പോൾ സെറിബ്രത്തെ സെറിബെല്ലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഏത്, പോൺസ്. സെറിബ്രത്തെ സെറിബെല്ലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഏത്, പോൺസ്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, പോൺസ്. ഓക്കെ, സെറിബ്രത്തെ സെറിബെല്ലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പോൺസ് ആണ് പറയേണ്ടത് കേട്ടോ, പോൺസ്. പിന്നെ അതേപോലെ ശ്വസന നിരക്ക് നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പോൺസ് ഓപ്ഷൻ കൊടുക്കാം. ശ്വസന നിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് വരുന്നത്, റെസ്പിറേറ്ററി റേറ്റ്. ഓക്കെ, ശ്വസന നിരക്ക് കേട്ടോ. ഓക്കെ, അതാണ് മെയിൻ ഫംഗ്ഷനായിട്ട് വരുന്നത് പോൺസിൻ്റെ കേട്ടോ. ഓക്കെ, ഇനി സെറിബെല്ലത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണത്തെയും സഹായിക്കുന്ന ഭാഗം എന്നൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ പോൺസാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. സെറിബെല്ലത്തിലേക്കും സെറിബെല്ലത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണത്തെയും സഹായിക്കുന്ന ഭാഗം പോൺസ്. സെറിബ്രത്തെ സെറിബെല്ലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ് പോൺസ്. ഇനി പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്റിൻ മീനിങ് എന്താണ്, അതിൻ്റെ പാലം എന്നാണ്, ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. പോൺസിൻ്റെ ലാറ്റിൻ മീനിങ് എന്താണ്, ബ്രിഡ്ജ് എന്നാണ്, പാലം എന്നാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ എപ്പിഡ്യൂറൽ സ്പേസ് ഉണ്ട്, ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഈ മെനിഞ്ചസിന് 3 പാളികളുണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലേ. ഔട്ടർ ഡ്യൂറാ മാറ്റർ, മിഡിൽ അരക്നോയിഡ് മാറ്റർ, ഇന്നർ പയാ മാറ്റർ എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഔട്ടർ ഡ്യൂറാ മാറ്റർ, അപ്പോൾ ഡ്യൂറാ മാറ്ററിൻ്റെയും സ്കള്ളിൻ്റെ ഒക്കെ ഇടയിൽ കാണുന്ന വിടവിനെയാണ് നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത്. ഔട്ടർ ഡ്യൂറാ മാറ്റർ, ഇപ്പം മെനിഞ്ചസിൻ്റെ ഔട്ടർ റീജിയനാണ് ഇത് ഡ്യൂറാ മാറ്റർ. ഓക്കെ, അപ്പോൾ ഡ്യൂറാ മാറ്ററിൻ്റെ സ്കള്ളിൻ്റെ ഇടയിൽ കാണുന്ന ആ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. എപ്പിഡ്യൂറൽ സ്പേസ് ഓർത്ത് വെക്കണേ. ഓക്കെ, ഇനി പോൺസിൻ്റെ മീനിങ് പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രിഡ്ജ് എന്നാണ് ലാറ്റിൻ മീനിങ്. ഓക്കെ, അപ്പോൾ സെറിബ്രത്തെ സെറിബെല്ലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നത് പോൺസ് ആണ്, ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുന്നത്. ശ്വസന നിരക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പോൺസിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് വരിക. ഇനി സെറിബെല്ലത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണത്തെയും സഹായിക്കുന്ന ഭാഗമാണ് ഇത് പോൺസ്. സെറിബെല്ലത്തിലേക്കും സെറിബെല്ലത്തിൽ നിന്നുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണത്തെയും സഹായിക്കുന്ന ഭാഗമാണ് ഇത് പോൺസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പോൺസിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, പോൺസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ബ്രെയിൻ സ്റ്റമ്മിൽ പോൺസ് ആണ് കണ്ടത്. ഓക്കെ, ഇനി അതേപോലെ ബ്രെയിൻ സ്റ്റമ്മിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് മിഡ് ബ്രെയിൻ അല്ലേ. നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത് ഓർഡറിൽ പറയുകയാണെങ്കിൽ മിഡ് ബ്രെയിന്, പോൺസ്, മിഡില ഒബ്ലോങ്കേറ്റ. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. എവിടെ ബ്രെയിൻ സ്റ്റമ്മിൽ വരുന്നതെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റം അങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ കൊടുത്തത് കേട്ടോ. ആ ഡിവിഷനാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കണേ. സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റം.
അതിൽ ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്ന പോൺസ് ആണ് നമ്മൾ കണ്ടത്. പോൺസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഏതാ വേണ്ടത്? അതെ, മിഡ് ബ്രെയിൻ ആണ് വേണ്ടത്. ആ മിഡ് ബ്രെയിനെയാണ് അല്ലേ, മിഡ് ബ്രെയിൻ, അതിന് മറ്റൊരു പേര് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, മിസെൻസെഫലോൺ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡാൻസെഫലോൺ മിസെൻസെഫലോൺ മാറിപ്പോരുത്. ഡാൻസെഫലോൺ എന്ന് പറഞ്ഞാൽ തലാമസ് ഹൈപ്പോതലാമസ് ഒക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ് ഡാൻസെഫലോൺ. മിസെൻസെഫലോൺ മിഡ് ബ്രെയിൻ. ഓക്കെ, ഇനി കോർപ്പോറ ക്വാഡ്രിജമിന് എവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ് ബ്രെയിൻ ആണ് പറയേണ്ടത്. അതിൻ്റെ മറ്റൊരു പേരാണ് കോളിക്കുലി എന്നൊക്കെ പറഞ്ഞു ഞാൻ. ടെക്ടം എന്നൊക്കെ പറയാറ്, ടെക്ടം കേട്ടോ, ടെക്ടം, അതും കൂടി ശ്രദ്ധിക്കണേ. ടെക്ടം, കോളിക്കുലി. ഓക്കെ, മിസെൻസെഫലോൺ, മിഡ് ബ്രെയിൻ, കോർപ്പോറ ക്വാഡ്രിജമിന, അതൊക്കെ ഈ മിഡ് ബ്രെയിനിൽ വരുന്ന മിഡ് ബ്രെയിനായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെക്കണം. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മിഡ് ബ്രെയിൻ ഇതിൻ്റെ മറ്റൊരു പേരാണെന്ത്? മിസെൻസെഫലോൺ. മിസെൻസെഫലോൺ, മിസൻ MESEN കേട്ടോ, മിസെൻസെഫലോൺ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിൽ വരുന്ന ഭാഗമാണ് ഇത് കോർപ്പോറ ക്വാഡ്രിജമിന. അതിൻ്റെ മറ്റൊരു പേരാണ് കോളിക്കുലി, ടെക്ടം. ഓക്കെ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ. ഇനി ഇതിൻ്റെ മെയിൻ പ്രവൃത്തി എന്താ പറയുക? കാഴ്ചയും കേൾവിയും. ഓക്കെ, കാഴ്ചയും കേൾവിയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് ശരിക്കും ഈ കോർപ്പോറ ക്വാഡ്രിജമിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇൻ വിച്ച് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ ഹെൽപ്പ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ഹിയറിംഗ് ആൻഡ് വിഷൻ എന്നാണ്. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ കേൾവി അല്ലേ, വിഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച. അപ്പോൾ കാഴ്ചയും കേൾവിയെയും നിയന്ത്രിക്കുന്ന ഭാഗം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ കോർപ്പോറ ക്വാഡ്രിജമിനിയാണുള്ളത്, മിഡ് ബ്രെയിൻ ആണുള്ളത് കേട്ടോ. അപ്പോൾ അത് കൊടുത്താൽ മതി നിങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ, ശ്വസന നിരക്ക് പോൺസ് പറഞ്ഞു. ഓക്കെ, കോർപ്പോറ ക്വാഡ്രിജമിന. ഓക്കെ, കാഴ്ച കേൾവിയും പറഞ്ഞേ. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്, ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്, മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണിത് എന്ന് മനസ്സിലാക്കുക. ആദ്യം ബ്രെയിൻ സ്റ്റെമ്മിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞ ഡിവിഷനിലാണെങ്കിൽ ഹൈൻഡ് ബ്രെയിനിലാണ് വരിക. ഹൈൻഡ് ബ്രെയിനിൽ വരുന്നതാണ് പോൺസ്, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ഞാൻ ഡിവിഷൻ പറഞ്ഞ എങ്ങനെയായിരുന്നു? സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം എന്നായിരുന്നു. അപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിലാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കണം. ഏത്? മെഡുല ഒബ്ലാങ്കേറ്റ. ഇതിൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൻ്റെ മർമ്മം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. നമ്മുടെ ശരീരത്തിൻ്റെ മർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മെഡുല ഒബ്ലാങ്കേറ്റ പറയാം. കാരണം എന്താ പറയുക? മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് സംഭവിക്കുന്ന ചെറിയൊരു ക്ഷതം പോലും പെട്ടെന്നുള്ള മരണത്തിന് കാരണമായേക്കാം. മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് സംഭവിക്കുന്ന ചെറിയൊരു ക്ഷതം പോലും പെട്ടെന്നുള്ള മരണത്തിന് കാരണമായേക്കാം. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ശരീരത്തിന് മർമ്മം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇനി പെട്ടെന്ന് മരണം അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാം. ഇപ്പം മെഡുല ഒബ്ലാങ്കേറ്റയാണ് നമ്മുടെ ബ്രെയിനിനെ സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബ്രെയിന് അല്ലേ, മസ്തിഷ്കത്തെ സുഷുമ്നയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഏത്? മെഡുല ഒബ്ലാങ്കേറ്റ. അപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിൽ മെഡുല ഒബ്ലാങ്കേറ്റയാണ് അല്ലേ ബന്ധിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിലെ ബ്രെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ശരിക്കും ബ്രെയിൻ സ്റ്റെം. അപ്പോൾ അതിൽ വരുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പോൺസ് ഞാൻ പറഞ്ഞു, ശ്വസന നിരക്ക് പറഞ്ഞു ഞാൻ. കോർപ്പോറ ക്വാഡ്രിജമിന, മധ്യതളം അല്ലേ, അതാണ് ഈ കേൾവി, കാഴ്ച കേൾവി അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് ഇത് മെഡുല ഒബ്ലാങ്കേറ്റ. ഇതിനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ മർമ്മം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് മെഡുല ഒബ്ലാങ്കേറ്റ. അതുകൊണ്ടാണ് അതിനെ മർമ്മം എന്ന് വിളിക്കാൻ കാരണം. ഇനി അതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ബ്രെയിനിനെ സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, മസ്തിഷ്കത്തെ സുഷുമ്നയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഇത് മെഡുല ഒബ്ലാങ്കേറ്റ. അതുകൊണ്ടാണ് അതിന് ന്യൂക്ലിയസ് അല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ മർമ്മം എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണേ, മെഡുല ഒബ്ലാങ്കേറ്റ. ഇനി വേറൊരു രീതിയിൽ കൂടി നമുക്ക് പറയാം. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, ഓക്കെ, മർമ്മം എന്നൊക്കെ വിളിക്കാൻ കാരണം മറ്റൊരു ധർമ്മം കൂടി നിർവഹിക്കുന്നതുകൊണ്ടാണ്. കാരണം എന്താ? ഇൻവോളണ്ടറി ആക്ഷൻസ്. ഓക്കെ, എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളും, ഓൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് മെഡുല ഒബ്ലാങ്കേറ്റ. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മെഡുല ഒബ്ലാങ്കേറ്റ ആൻഡ് ഓട്ടോണോമസ് നെർവ് സിസ്റ്റം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ഇൻവോളണ്ടറി ആക്ഷൻസ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്ന മെഡുല ഒബ്ലാങ്കേറ്റയും നെർവ് സിസ്റ്റത്തിൽ, പെരിഫറൽ നെർവ് സിസ്റ്റത്തിൽ വരുന്ന ഓട്ടോണോമസ് നെർവ് സിസ്റ്റവും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓട്ടോണോമസ് നെർവ് സിസ്റ്റവും
മെഡുല ഒബ്ലാങ്കേറ്റയുമാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന അനൈച്ഛിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഹാർട്ട് ബീറ്റ് നിങ്ങൾക്കറിയാം അല്ലേ, ഹൃദയമിടിപ്പ് ഒരു ഇൻവോളണ്ടറി ആക്ഷനാണ്. ഹൃദയമിടിപ്പ് അല്ലേ, വൊമിറ്റിംഗ്, സ്നീസിങ്, അതൊക്കെ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. ദേ ഓൾ ആർ ഇൻവോളണ്ടറി ആക്ഷൻസ്, ദേ ഓൾ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് മെഡുല ഒബ്ലാങ്കേറ്റ. ഇനി ബ്രെയിനിനെ സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. നമ്മുടെ ശരീരത്തിന് മർമ്മം എന്നറിയപ്പെടുന്ന ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, മെഡുല ഒബ്ലാങ്കേറ്റൻ്റെ പുറം ഭാഗം വൈറ്റ് മാറ്ററും ഉൾഭാഗം ഗ്രേ മാറ്ററും ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പിന്നെ ഈ ന്യൂറോൺ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ന്യൂറോണിൻ്റെ മൈലിൻ ഷീത്തിന് വെള്ള നിറമാണ്, വൈറ്റ് മാറ്ററാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിവിടെ ഓർത്ത് വെക്കാം. ന്യൂറോണിൻ്റെ മൈലിൻ ഷീത്ത് ഇല്ലായിരുന്നു, ന്യൂറോണിൻ്റെ ആക്സോണിനെ പൊതിഞ്ഞ് കാണുന്ന കൊഴുപ്പ് നിർമ്മിത കലയാണ് മൈലിൻ ഷീത്ത്. അതാണ് ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഏത്? മൈലിൻ ഷീത്ത്. അവിടെ ആ കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഷ്വാൻ കോശങ്ങൾ. ഇനി ആ മൈലിൻ ഷീത്തിൻ്റെ ഇടയിൽ കാണുന്ന ഭാഗത്തെയാണ് നമ്മുടെ നോഡ്സ് ഓഫ് റാൻവീർ എന്ന് പറയുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ മൈലിൻ ഷീത്ത് വെള്ള നിറത്തിലാണ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ വരയ്ക്കുന്ന സമയത്ത് മൈലിൻ ഷീത്തിന് വൈറ്റ് കളറാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി മൈലിൻ ഷീത്ത് ഉൾപ്പെടാത്ത ഭാഗം, മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗത്തിന് നമ്മൾ ചാരനിറാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഒരു നാഡീകോശമൊക്കെ വരയ്ക്കുന്ന സമയത്ത് കളറൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വേണം നിങ്ങൾ കൊടുക്കാൻ, അതല്ലാതെ തോന്നിയ കളർ കൊടുക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മൾ നെർവ്സെല്ല്, ഇപ്പോൾ ഒരു ന്യൂറോൺ വരയ്ക്കുന്ന സമയത്ത് മൈലിൻ ഷീത്തിന് വെള്ള നിറം കൊടുക്കണം, മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗത്തിന് ചാരനിറവും കൊടുക്കണം, ഗ്രേ മാറ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മൈലിൻ ഷീത്ത് വൈറ്റ് മാറ്റർ. ഓക്കെ, അത് ഉൾപ്പെടാത്ത മറ്റു ഭാഗങ്ങൾ, ഇപ്പോൾ സെൽ ബോഡിയിൽ മൈലിൻ ഷീത്ത് ഇല്ലല്ലോ അല്ലേ, ഡെൻഡ്രൈറ്റ്സിനില്ല, ഡെൻഡ്രോണിനില്ല, അതൊക്കെ ഉൾപ്പെടുന്ന ഭാഗം അല്ലേ, അതിനൊക്കെ നിങ്ങൾ ഗ്രേ കളറാണ് കൊടുക്കേണ്ടത്, ഗ്രേ മാറ്ററാണ്. ഓക്കെ, അതേപോലെ ഇവിടെ എവിടെ മെഡുല ഒബ്ലാങ്കേറ്റയിൽ പുറം ഭാഗം വൈറ്റ് മാറ്ററാണ് വരിക, ഉൾഭാഗം ഗ്രേ മാറ്ററാണ് വരിക. അത് ശ്രദ്ധിക്കണേ, കൺഫ്യൂഷൻ ആവരുത്. എന്നാൽ ഈ സെറിബ്രത്തിലും സെറിബല്ലത്തിലൊക്കെ ഔട്ടർ കോർട്ടെക്സ് ഗ്രേ മാറ്ററാണ് വരിക. ഓക്കെ, ഇനി ഉൾഭാഗം മെഡുല വൈറ്റ് മാറ്ററാണ് വരിക. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത് മനസ്സിലാക്കിയത്. സെറിബ്രത്തിലും സെറിബല്ലത്തിലും ശ്രദ്ധിക്കണേ, സെറിബ്രത്തിലും ഞാൻ കമ്പയർ ചെയ്യുകയാണ് കേട്ടോ. സെറിബ്രൊക്കെ നമുക്ക് എടുത്തിട്ടില്ല, ഞാനത് ജസ്റ്റ് ഇവിടെ പറയുകയാണ്, ശ്രദ്ധിച്ചോളൂ. സെറിബ്രത്തിലും സെറിബല്ലത്തിലും ഔട്ടർ റീജിയൻ കോർട്ടെക്സ് ഗ്രേ മാറ്റർ, ഇന്നർ റീജിയൻ മെഡുല വൈറ്റ് മാറ്റർ. ഇതിലൊക്കെയാണ് സെറിബ്രത്തിലും സെറിബല്ലത്തിലും. എന്നാൽ മെഡുല ഒബ്ലാങ്കേറ്റയിൽ ഔട്ടർ റീജിയൻ വൈറ്റ് മാറ്റർ ആണ് വരുന്നത്, ഇന്നർ റീജിയന് ഗ്രേ മാറ്റർ ആണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, ഇനി അതേപോലെ സുഷുമ്നയിൽ അങ്ങനെ തന്നെയാണ്, സ്പൈനൽ കോഡിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. മനസ്സിലായില്ലേ? സ്പൈനൽ കോഡിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. സ്പൈനൽ കോഡിലും ഔട്ടർ ഗ്രേ മാറ്റർ, ഇന്നർ വൈറ്റ് മാറ്റർ ആണ് വരുന്നത്. അതൊക്കെ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ നമുക്ക് ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ ഔട്ടർ. ശരിക്കും നമ്മളിപ്പോൾ ബ്രെയിനിൻ്റെ ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത്, സെറിബ്രത്തിലൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഔട്ടർ കോർട്ടെക്സ്, സെറിബ്രൽ കോർട്ടെക്സ്, ഇന്നർ മെഡുല എന്നൊക്കെ നമ്മൾ പറയാം. അത് ഞാൻ അവിടെ സെറിബ്രം എടുക്കുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഘടനയുമായിട്ട്, ബ്രെയിനിൻ്റെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. HSA and KTET ഓൺലൈൻ തീവ്ര പരിശീലനം. പരീക്ഷ കഴിയുന്നതുവരെ മുഴുവൻ സിലബസും ഒഴിവു സമയങ്ങളിൽ കാണാൻ കഴിയും വിധം റെക്കോർഡഡ് വീഡിയോകളായി നൽകുന്നു. കൂടാതെ PDF നോട്ടുകളും എല്ലാ ആഴ്ചയിലും പരീക്ഷകളും. വിഷയങ്ങൾ മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്, ജനറൽ വിഷയങ്ങൾ, സൈക്കോളജി ആൻഡ് പെഡഗോഗി, റെനൈസൻസ് ഇൻ GK ആൻഡ് ഇംഗ്ലീഷോ മലയാളം. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം.